ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ സാരി ഉടുക്കാം, അതിനു വേണ്ടി റെഡി വിയർ സാരിയാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സാരി ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. സാരിക്ക് വേണ്ടി 5.5 മീറ്റർ കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഫോൾഡാക്കി കറക്റ്റിൽ മടക്കി വെച്ചതിന് ശേഷം അളന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു സാരി 45 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് 38 അപ്പം ഞാനിവിടെ 42 കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇതൊരു പ്ലെയിൻ സാരി ആയതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ബോർഡറുള്ള സാരി ആണെങ്കിലൊന്നും ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ 38 ലെങ്ത്ത് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് 42 കട്ട് ചെയ്തെടുക്കുക. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു അടയാളപ്പെടുത്തിയ ഭാഗം കട്ട് ചെയ്യാം. ഈ ഒരു എഡ്ജിൽ ബോർഡർ വരുന്ന സാരി ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യരുത്. ഞാനിവിടെ ഇത്ര വീതി ആവശ്യമില്ല എന്നതുകൊണ്ടാണ്, പ്ലെയിൻ സാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതുപോലെ ലേസും വെക്കാനുണ്ട്. അപ്പം ആ ഒരു എഡ്ജ് ഭാഗം അങ്ങനെ കാണില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി അതൊന്നും മാറ്റി വെക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ സാരി ഈ ഒരു ലെങ്ത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സാരി നിവർത്തി നമ്മൾ കുത്തുന്ന ഭാഗമുണ്ടല്ലോ, പാവാടയിൽ കുത്തി സാരി ചുറ്റിയെടുക്കുന്ന ഭാഗമാണ് ഇനി അളവെടുക്കുന്നത്. ഹിപ്പ് വിഡ്ത്ത് എത്രയാണോ അതിലേക്ക് 15 ഇഞ്ച് കൂട്ടി വേണം ഈ ഒരു ഭാഗം അളവെടുക്കാൻ. അപ്പം ഈ ഒരു കുത്തി ചുറ്റുന്ന ഭാഗത്ത് നിന്നും 50 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. കണ്ടല്ലോ, ഇതുപോലെ 50 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തുക. ഈ ഒരു ഭാഗം ഇതുപോലെ എടുക്കുന്നത് നമുക്ക് ആ ഒരു സ്കേർട്ടിനുള്ള അതുപോലെ ചെയ്യാനുള്ള ഒരു ഭാഗമാണിത്. ഇനി അവിടെ ഒരു നോച്ചിട്ട് വീഡിയോ നല്ല രീതിയിൽ മനസ്സിലാവാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കേർട്ടിനുള്ള പാർട്ട് നോച്ചിട്ട് അടയാളപ്പെടുത്തി. ഇനി അടുത്ത ഭാഗം അടയാളപ്പെടുത്താം. അതിന് നമ്മുടെ മുന്താണിയുടെ ഭാഗം എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും 80 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ മുന്താണി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തുക. ചിലർക്ക് നല്ല ഇറക്കം വേണ്ടി വരും, ചിലർക്ക് ഇറക്കം കുറവായിരിക്കും വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മുന്താണിയുടെ ഭാഗം അടയാളപ്പെടുത്തുക. അതും ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തുക. മുന്താണിയുടെ ഭാഗം അളവെടുക്കേണ്ടത് നമ്മൾ നോർമലായി സാരി ഉടുക്കുന്നത് പോലെ ചുറ്റി നോക്കുക. എന്നിട്ട് മുന്താണി എത്ര ഇറക്കം വേണം എന്നത് കറക്റ്റായി നോക്കിയതിന് ശേഷം പേച്ച് ഇട്ട് പുക്കിളിൻ്റെ അവിടെ കുത്തുന്ന ഭാഗത്താണ് അതുവരെയാണ് അളവെടുക്കേണ്ടത്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 80 ഇഞ്ചാണ്. അപ്പം നമ്മൾ 2 ഭാഗത്തും നോച്ചിട്ട് അടയാളപ്പെടുത്തിയല്ലോ, അതിൻ്റെ മിഡിലായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയാണ് ഇതുപോലെ പേച്ച് ഇടേണ്ടത്. ഇതുപോലെ പേച്ചിട്ടതിന് ശേഷം കറക്റ്റാക്കി പിടിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ പേച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗം കുത്തി ചുറ്റാനുള്ളതും മറ്റേ ഭാഗം നമുക്ക് മുന്താണി ഭാഗവുമാണ്. കണ്ടല്ലോ, പേച്ചിട്ട ഭാഗം ഒരു സ്റ്റിച്ച് കൊടുത്തു. കണ്ടല്ലോ, ഇതുപോലെ. ഇനി ഏറ്റവും താഴെ നിന്നും മുകളിലേക്ക് ടേപ്പ് പിടിച്ച് 38 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പം ഞാനിവിടെ 38 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പേച്ചിൻ്റെ തലക്കുന്ന നിന്നും ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക. അപ്പോൾ സ്കേർട്ടിനുള്ള ബാൻഡൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണിത്. നമുക്ക് വേണ്ടത് നമ്മുടെ സാരി ഉടുക്കുന്ന ഭാഗത്ത് നിന്നും താഴേക്കുള്ള ലെങ്ത്താണ് വേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെ മടക്കി വെച്ച് സൗകര്യമില്ലാത്തത് കൊണ്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം
നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗം കട്ട് ചെയ്യുക. കണ്ടില്ല, ഈ ഒരു പ്ലീറ്റ്സിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഒന്നായിട്ട് അഴിഞ്ഞു പോകും. സ്റ്റിച്ച് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ താഴേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടില്ല, ഇതുപോലെ ആ ഒരു പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് 1/2 ഇഞ്ച് മാറ്റി വേണം കട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ഭാഗത്തേക്ക് 1/2 ഇഞ്ച് വിടുത്തിട്ടിട്ട് അവിടെ നിന്നും കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാൻഡ് ഈ ഒരു ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ അടിപ്പാവടയിൽ കുത്തുന്ന ഭാഗം. ആ ഒരു ഭാഗം ഇതുപോലെ ചുറ്റി, സാരി ഉടുക്കുന്നത് എല്ലാവർക്കും അറിയല്ലോ, അതുപോലെ ചുറ്റി ആ ഒരു പീസ് നമ്മുടെ പുക്കിളിന് നേരെ വരുന്ന രീതിക്ക് വേണം ഉടുക്കാൻ. കണ്ടില്ല, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിന് ബാൻഡ് വെക്കാനുണ്ട്. അതിന് വേണ്ടി 6 ഇഞ്ച് വിഡ്ത്തിൽ ഈ ഒരു ലെങ്ത്തിനനുസരിച്ച് ബാൻഡ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു സാരിൻ്റെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ 6 ഇഞ്ചിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ബാൻഡ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ബാൻഡ് 6 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ലൈനിങ് വെച്ച് ബാൻഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം, ലൈനിങ്ങുമായി ബാൻഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്യുക. നമ്മൾ സാരിയുടെ വീതി ആദ്യം കുറച്ചില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ലേസ് വെക്കാനുള്ള ഭാഗം എഡ്ജൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക, മുന്താണിയുടെ ഭാഗം. അതിനുശേഷം നമ്മൾ സ്കേർട്ടിനുള്ള ഭാഗം കട്ട് ചെയ്തല്ലോ, നമ്മുടെ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ബാൻഡ് അറ്റാച്ച് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമാണ് ഇതുപോലെ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലൈനിങ് ഒക്കെ വെച്ച് അതിൻ്റെ ചുറ്റിലും ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തു. ഇനി ബാൻഡ് നല്ല ഭാഗവും സാരിയുടെ നല്ല ഭാഗവും ഇതുപോലെ വെച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് താഴേക്ക് ആ ഒരു എഡ്ജ് ഭാഗം മടക്കി അതിൻ്റെ സ്കേർട്ടിനുള്ള ഭാഗത്ത് ഫുള്ള് അറ്റാച്ച് ചെയ്യുക. സാരി ഉടുക്കാൻ അറിയാത്തവർക്കും സാരി ഉടുത്താൽ അഴിഞ്ഞു വീഴുമെന്ന് പേടിയുള്ളവർക്കും വളരെ കോൺഫിഡൻസോടെ ഏതൊരു ഫംഗ്ഷനും പോകാവുന്നതാണ് ഇങ്ങനെയുള്ള റെഡിവെയർ സാരി സ്റ്റിച്ച് ചെയ്താൽ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. അതിനൊന്നും ആരും ഒരു മടിയും കാണിക്കണ്ട. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ പ്ലേറ്റ്സിൻ്റെ ഭാഗം എത്തി. ഇനി പ്ലേറ്റ്സ് നല്ലതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ബാൻഡ് അതിന് മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം നല്ല രീതിക്ക് ശ്രദ്ധിച്ച് ചെയ്യണം. കണ്ടല്ലോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു.
കണ്ടില്ല, നമ്മുടെ ബാൻഡ് കുറച്ച് അധികമുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക. കണ്ടില്ല, നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു ഭാഗമുണ്ടല്ലോ, മുന്താണിയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു എഡ്ജിൽ കറക്റ്റാക്കി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ബാൻഡ് അറ്റാച്ചിങ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി ഒന്ന് നോക്കാം. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതിൻ്റെ ചീത്തവശം ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട ഭാഗം ആ ഒരു എഡ്ജാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ആദ്യം ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്ന് പ്രസ്തിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ബാൻഡ് എടുക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഈ ഒരു എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്താൽ മതി. ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയത് കൊണ്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യുകയാണ്. കണ്ടല്ലോ, ഇതുപോലെ ചെയ്തു. ഇനി ബാൻഡ് നമ്മുടെ കറക്റ്റിനനുസരിച്ച് ബാൻഡ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ബാൻഡിൻ്റെ നടുഭാഗത്തായിട്ട് ബാക്കിൽ വരുന്ന ഭാഗത്തായിട്ട് അലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ അലാസ്റ്റിക്കിനനുസരിച്ച് വീതിക്കാണ് ഞാനിവിടെ ബാൻഡ് മടക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു ബാൻഡ് അതിൻ്റെ എഡ്ജ് ഇതുപോലെ മടക്കി ആ ഒരു മുന്താണിയുടെ ഭാഗം നേരെ വെക്കുക. എന്നിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന വിധത്തിൽ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുക. ഈ ഒരു സാരി പിടിച്ചെടുത്ത് കിട്ടാത്തൊരു ശീലമായതുകൊണ്ടാണ് ഇതുപോലെ ചാടി വീഴുന്നത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനത്തെയുള്ള സാരികളൊക്കെ ആണെങ്കിൽ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക. കണ്ടില്ല, ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് കവർ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടല്ലോ, ഇതുപോലെ കവർ ചെയ്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. കണ്ടില്ല, ഇതുപോലെ ഒരു കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ ബാൻഡ് അറ്റാച്ചിങ് കഴിഞ്ഞു. ഇനി ഒരു അലാസ്റ്റിക് വെക്കാനുണ്ട്. ബാക്ക് ഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് അലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഒരു 7 ഇഞ്ച് അലാസ്റ്റിക് എടുത്ത് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചുറ്റുന്നത് പോലെ ഒന്ന് ഇതുപോലെ മടക്കി അതിൻ്റെ ബാക്ക് ഭാഗം കറക്റ്റാക്കി പിടിച്ച് അവിടെ അലാസ്റ്റിക് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 7 ഇഞ്ച് അലാസ്റ്റിക്കാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വലിച്ച് പിടിച്ച് ആ ഒരു അളവിൽ അലാസ്റ്റിക് വെച്ച് അറ്റാച്ച് ചെയ്യുക.
ഇനി ഒരു പിന്നെടുത്ത് എലാസ്റ്റിക്കിൽ വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ ചെറിയൊരു സ്റ്റിച്ചിങ് കഴിച്ച് പിന്നെടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് 2 ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ ഇതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കയർ വെച്ച് കൊടുക്കുക. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തും ഒരു കയർ വെച്ച് കൊടുക്കുക. എന്നാൽ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു കയർ മുറുക്കി എടുത്ത് നല്ല അടിപൊളിയായി വരുന്നതാണ്. ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്യുന്നത് കാണാം. ഇനി മുന്താണിയുടെ ഈ മേലെ ഭാഗത്ത് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ടിനനുസരിച്ച് ഹുക്സ് വെച്ച് കൊടുക്കാം. ഹുക്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റെഡി വെയർ സാരി ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് ചുറ്റുന്നത് കാണാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.